ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സേറാസ് കളക്ഷൻസ്. ഞാൻ ജെസ്സി. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് കുറച്ച് 3 പീസ് സെറ്റുകളുടെ, അതായത് ചിക്കൻ കറിയുടെ 3 പീസ് സെറ്റുകളുടെ ഫ്രോക്ക് സ്റ്റൈൽ നമ്മൾ നേരത്തെ ഒരു പ്രാവശ്യം കൊണ്ടുവന്നതാണ്. പക്ഷെ അതെല്ലാം പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയി പോയി. സൈസസും ഉണ്ടായിരുന്നില്ല ആവശ്യത്തിന് നമ്മുടെ കയ്യിൽ. ഈ പ്രാവശ്യം നമ്മളുടെ കയ്യിൽ എല്ലാ വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ സൈസിനാണ് കൂടുതൽ ഡിമാൻഡ് വരുന്നത്. ആ സൈസുകളുണ്ട് നമ്മളുടെ കയ്യിൽ. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് കളക്ഷൻസ് കാണിച്ചു തരാം. അല്ലാത്ത 2-3 ടൈപ്പ് 3 പീസ് സെറ്റുകളൊക്കെ വന്നിട്ടുണ്ട്. എല്ലാം നല്ല പ്രീമിയത്തിൽ വരുന്നതാണ്. നമുക്ക് ഓരോന്നായിട്ട് കളക്ഷൻസിലേക്ക് പോകാം കേട്ടോ. ഇതാണ് നമ്മളുടെ ഫസ്റ്റ് 3 പീസ് സെറ്റ്. കണ്ടോ, ഇതും ഫുൾ ചിക്കൻ കറി വർക്കിലാണ് ഇത് വരുന്നത്. കണ്ടോ, ഇങ്ങനാണ് ഇതിന്റെ നെക്ക് പോർഷൻ വരുന്നത്. കണ്ടോ, നെക്ക് ഇങ്ങനെ വരും. കണ്ടോ, നെക്ക് പോർഷൻ ഫുൾ ചിക്കൻ കറി വർക്കാണ് വരുന്നത്. ഇതൊരു ഗ്രീനും കണ്ടോ, ഒരു ലൈറ്റ് ഗ്രീനും യെല്ലോയും, ലെമൺ യെല്ലോയാണ് കേട്ടോ. കുറച്ചുകൂടി ഡാർക്കായിട്ടാണ് വീഡിയോയിൽ വരുന്നത്. പക്ഷെ ഇതിന്റെ കളർ വരുന്നത് ഒരു ലെമൺ യെല്ലോയുടെ കളറാണ് വരുന്നത് കേട്ടോ. ഒരു കുർത്തി നന്നായിട്ട് നിവർത്തി കാണിക്കാം. ഓക്കെ, കേട്ടോ, ഇതാണ് നമ്മളുടെ കുർത്തി വരുന്നത്. ഇത് ഫ്രോക്ക് പാറ്റേണിൽ വരുന്നതാണ് കേട്ടോ. അതാ ഇങ്ങനെയാണ് വരുന്നത് പാറ്റേൺ. കണ്ടോ, അതാ ഇങ്ങനെ വരും പാറ്റേൺ. കണ്ടോ, അതാ ഇങ്ങനെയാണ് വരുന്നത്. ഇതിന്റെ മേളിലെ വർക്ക് ഇതാണ്. കണ്ടോ, ഫുൾ ചിക്കൻ കറി വർക്കാണ് വരുന്നത്. കണ്ടോ, എന്നിട്ട് നെക്ക് ഇങ്ങനെ വരും. നല്ല ഹെവിയിൽ ചെയ്തിരിക്കുന്ന കുർത്തിയാണ്. ഉള്ളിൽ ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഡബിൾ ലെയറിൽ ഇങ്ങനെ വരും. ഇതാണ് ഫ്രണ്ട് പോർഷൻ. സ്ലീവ് ഇങ്ങനെ വന്നിട്ട് സ്ലീവിന്റെ എൻഡിൽ കണ്ടോ വീണ്ടും വർക്ക് കിട്ടുന്നുണ്ട്. ഇത് ഡാർക്കായിട്ട് വരുന്നതാണ് കേട്ടോ. ഈ യെല്ലോ ഒക്കെ കുറച്ച് ഡാർക്കായിട്ടാണ് വരുന്നത്. പക്ഷെ ഇതിന്റെ കളർ നല്ല ലെമൺ യെല്ലോ മാത്രമേ ഉള്ളൂ. അതിന്റെ ഒരു 2 ഇരട്ടി കളർ ഇതിനകത്ത് വരുന്നുണ്ട്. ലെമൺ യെല്ലോയാണ് കളർ കേട്ടോ. എന്നിട്ട് നോക്കിക്കേ, താഴേക്ക് ഫുള്ള് വർക്കാണ് ഇതിനകത്ത്. കണ്ടോ, ഫുള്ള് വർക്കാണ് ഇതിനകത്ത് ഫോളോ ചെയ്യുന്നത്. നോക്കിക്കേ, ഫ്രോക്ക് സ്റ്റൈലിലാണ് വരുന്നത്. ഇവിടെ വന്നിട്ട് പിന്നെ ഇവിടുന്നാണ് ഫ്രോക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫ്രോക്ക് സ്റ്റൈൽ നിറച്ചതാ കണ്ടോ, കുരു എന്നുള്ള ചെറിയ എന്താണ് ഈ പ്ലീറ്റ്സ് നിങ്ങൾക്ക് കാണരുതോ. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്നും മുതൽ തന്നെ വീണ്ടും ഈ വർക്ക് പോകുന്നുണ്ട്. കണ്ടോ, വർക്ക് ഇങ്ങനെ ഫുള്ള് സ്പ്രെഡ് ചെയ്ത് വർക്ക് വന്നിട്ട് ഏറ്റവും താഴെ വരുമ്പം നല്ല ഹെവി വർക്ക്. കണ്ടോ, ഇങ്ങനെയാണ് വർക്ക് വരുന്നത്. എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് ചിക്കൻ കറി വർക്കിന്റെ 3 പീസ് സെറ്റ് കൊണ്ടുവരാനായിട്ട്. പക്ഷെ നമുക്ക് കിട്ടാറില്ല. വളരെ റെയർ ആയിട്ടാണ് നമുക്കിത് കിട്ടുന്നത് കേട്ടോ. വല്ലപ്പോഴും മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ഇത് എത്ര ചോദിച്ചാലും 3 പീസ് ഒന്നും ആരുടെയും കയ്യിൽ ഉണ്ടാവില്ല. പിന്നെ ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, ഇത് ഫ്രോക്ക് സ്റ്റൈൽ ആണെങ്കിലും ലൈനിങ് ഇട്ടിട്ട് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. നല്ല കോട്ടന്റെ ലൈനിങ് ഇട്ട് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് കുർത്തി വരുന്നത്. കളർ നിങ്ങൾ ഓർത്തോളണം, ലെമൺ യെല്ലോയാണ് കേട്ടോ. ഇത് കൂടുതലാണ് കളർ വരുന്നത്. ഇനി ഇതിന്റെ ബോട്ടം നോക്കിക്കേ, പ്ലെയിനിൽ ഇങ്ങനെ വരും. കളർ കൂടുതലാണ് കേട്ടോ വരുന്നത്. ഇങ്ങനെ വന്നിട്ട് ഇതുപോലെ താഴെ നമുക്ക് വർക്ക് കിട്ടും കേട്ടോ. ഈ ചിക്കൻ കറി വർക്ക് നമുക്ക് താഴെ കിട്ടും. 2 ലെഗ്സിന്റെ താഴെ ഇതുപോലെ വർക്ക് വരും. പാന്റിന്റെ ലെങ്ത് നമുക്ക് 40-ലും കൂടുതൽ ലെങ്ത് കിട്ടും കേട്ടോ. നല്ല ലെങ്ത് കിട്ടും പാന്റിന്. കണ്ടോ, നല്ല ലെങ്തിൽ ചെയ്തിരിക്കുന്ന പാന്റാണ്. ഇങ്ങനെ കണ്ടിരിക്കുന്ന ചില സമയങ്ങളിൽ ഒരു കുറച്ച് ലൈറ്റ് കളർ വരുന്നുണ്ട്. കളർ ഒരുപാട് കൂടുതലായിട്ടാണ് വരുന്നത് കേട്ടോ. നമുക്ക് ഇതിന്റെ ഇങ്ങനെയാണ് വരുന്നത്. കണ്ടോ, ഈ പ്രിന്റിൽ തന്നെ വരുന്ന ഇങ്ങനത്തെ ദുപ്പട്ടയാണ് വരുന്നത്. നല്ല വീതിയൊക്കെ കിട്ടും. നീളവും നമുക്ക് ആവശ്യത്തിന് നീളവും വീതി എല്ലാം കിട്ടുന്ന ദുപ്പട്ടയാണ് കേട്ടോ. വൺ സൈഡിൽ നമുക്ക് നന്നായിട്ട് ഇടാൻ പറ്റിയ ദുപ്പട്ടയാണ് വരുന്നത്. ഇങ്ങനെയാണ് സെറ്റ് വരുന്നത്. പാൻറ്റൊക്കെ നല്ല വലിയ സൈസിലാണ് വരുന്നത് കേട്ടോ, അല്ലാതെ ചെറുതൊന്നുമല്ല. ഇങ്ങനെ വരും നമ്മളുടെ ഫുൾ സെറ്റ്. അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് 1190 ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടോ. 1190. ഇതിപ്പോ നമ്മളുടെ കയ്യിൽ സൈസസ് ഉള്ളത്, ഇതിപ്പോ ഞാൻ കാണിച്ചത് XL ആണ്. XXL സൈസ് നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇത് ബ്ലൂ ആയിട്ടാണ് വരുന്നത്. പക്ഷെ ഇത് ബ്ലൂ അല്ല കേട്ടോ, ഇത് ഗ്രീൻ ആണ് ഷെയ്ഡ്. സെയിം ആണ്, അതുകൊണ്ടാണ് ഞാൻ ഫുള്ള് നിവർത്താത്തത്. പക്ഷെ ഇതിനകത്ത് ഫുള്ള് ബ്ലൂ ആയിട്ടാണ് വരുന്നത്. ഇതൊരു ലൈറ്റ് ഗ്രീനിന്റെ നല്ല അടിപൊളി ടീൽ ഗ്രീൻ എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ അടിപൊളി ഷെയ്ഡിന്റെ ഇതാണ് കേട്ടോ.
പക്ഷെ നമുക്ക് ഇതിപ്പോൾ കിട്ടാത്തത് കൊണ്ടാണ്. വേറെ വർക്കും ഒന്നും ഒരു ഡിഫറൻസും ഇല്ല. അത് അതുപോലെ തന്നെ വരും കേട്ടോ. ഫ്രോക്ക് സ്റ്റൈലിൽ അങ്ങനെ തന്നെ വരുന്നതാണ്. പക്ഷെ ഇത് നല്ല ഒരു ഒന്നാന്തരം കളറാണ്. പക്ഷെ കളർ നമുക്ക് കിട്ടാത്തത് കൊണ്ടാണ് കേട്ടോ. കളർ നമ്മൾക്ക് ഗ്രീൻ ആണ് വരുന്നതെന്ന് ഓർത്തിട്ട് നിങ്ങൾ കളർ വാങ്ങിച്ചോളണം. ബാക്കി ഒന്നും ഒരു ഡിഫറൻസും ഇല്ല. ഇങ്ങനെ തന്നെ വരും കേട്ടോ. ഇതിന്റെ വർക്കും ഡിസൈനും എല്ലാം സെയിം ആണ് വരുന്നത്. അതാണ് ഞാൻ ഫുള്ള് നിവർത്താത്തത്. സ്ലീവ് എൻഡിലുള്ള വർക്കും ഇങ്ങനെയാണ് വരുന്നത്. ഇത് മറ്റതിനേക്കാളും കുറച്ചും കൂടെ എന്താ പറയേണ്ടത്, വേറിട്ട് നിൽക്കുന്ന, നമുക്ക് എടുത്ത് കാണിക്കുന്ന കളറാണ് കേട്ടോ. പിന്നെ ഈ കുർത്തികളിലൊക്കെ ഒരു മിറർ വർക്കും കൂടെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഉണ്ട് കേട്ടോ. അത് ഞാൻ ആദ്യത്തെ ഇതിൽ പറയാൻ മറന്നു പോയതാണ്. കണ്ടോ, നിങ്ങൾക്ക് കാണരുതോ മോളില്? നമ്മളുടെ ഈ മോളിലെ പോർഷനിൽ വരില്ലേ, രണ്ട് സൈഡിൽ നമുക്കൊരു മിറർ വർക്കും കൂടെ കിട്ടും കേട്ടോ. ഫസ്റ്റിലെ ഞാൻ പറയാൻ മറന്നു പോയതാണ്. ഗ്രീൻ ആണ് കളറെന്ന് മാത്രം നിങ്ങൾ ഓർത്താൽ മതി കേട്ടോ. ഇത് ബ്ലൂ അല്ല കളറ്. എൻ്റെ പാൻറ് ഇങ്ങനെ വരും. സെയിം ടൈപ്പ് രണ്ട് സൈഡിലും എലാസ്റ്റിക് വരുന്ന XL XXL സൈസസ് നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആണ്. രണ്ട് സൈഡിലും വർക്ക് വരും. അതുപോലെ തന്നെ അതിൻ്റെ ദുപ്പട്ടയും ആദ്യം കാണിച്ചതുപോലെ തന്നെയുള്ള ദുപ്പട്ടയും വരും കേട്ടോ. ഇത് അടിപൊളി കളറാണ് കേട്ടോ. ഇത് മിസ് ചെയ്യരുത് ആരും. XL XXL സൈസസ് നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. രണ്ട് സൈസും ഉണ്ട്. ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ഗ്രീൻ കളറാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള കളറാണ്. ഇതാണ് ഇതിന്റെ ഇപ്പം മഞ്ഞ അങ്ങ് വല്ലാണ്ട് ഡാർക്ക് ആയിട്ടാണ് വരുന്നത്. ഇതുപോലല്ല, ലൈറ്റ് കളറിൽ വരുന്നതാണ് കേട്ടോ. കുറച്ച് ലൈറ്റ് കളറിൽ വരുന്നതാണ്. ഇതിപ്പോ ഇങ്ങനെ കുറച്ചും കൂടെ എടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഒരു കളറില്ലേ, ഇത് തന്നെ ഇപ്പൊ ഡാർക്ക് ആയിട്ടാണ്. ഈ ഒരു യെല്ലോയും അല്ല, കുറച്ചും കൂടെ മസ്റ്റർഡ് യെല്ലോ ആണ് കേട്ടോ ഇതിന്റെ കളറ്. മസ്റ്റർഡ് യെല്ലോ എന്ന് പറയില്ലേ, ആ കളറാണ് ഇതിന്റെ കേട്ടോ. അല്ലാതെ ഇങ്ങനെ ഈ തെളിഞ്ഞു നിൽക്കുന്ന ഒരു ഭംഗിയില്ലാത്ത ഒരു യെല്ലോ ഇല്ലേ, ആ യെല്ലോ അല്ല കേട്ടോ. നല്ല മസ്റ്റർഡ് യെല്ലോ ആണ് കേട്ടോ. നല്ല കുർത്തിയാണ്. ഇതാ സിൽക്കിൽ വരുന്നതാണ് കേട്ടോ. കണ്ടോ, ഈ മെറ്റീരിയൽ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയില്ലേ. ഇതിന്റെ നെക്ക് വർക്കൊക്കെ നോക്കിക്കുക. ഇതാ ഇങ്ങനെ വരും കേട്ടോ. നല്ല ഹെവി നെക്ക് വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇത് മുഴുവനും എംബ്രോയിഡറിയും പിന്നെ ഇതാ ഇങ്ങനെ ഒരു കട്ട് ബീഡ്സിന്റെ വർക്കും കൂടെ ആണ് വരുന്നത്. നല്ല ഭംഗിക്ക് കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ. നെക്കിൽ ഈ വർക്ക് വന്നിട്ട് ഇതാ താഴേക്ക് ഇങ്ങനെ പോവും. സ്ലീവ് നമ്മൾക്ക് 3/4 വന്നിട്ട് ഇതാ ഇവിടെ ഒരു ഗൊട്ടാപത്തിയുടെ ലേസ് ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട്. 3/4 ആണ് സ്ലീവ് വരുന്നത്. സിൽക്ക് മെറ്റീരിയൽ ആണ് കേട്ടോ. എന്നിട്ട് ഇതിന്റെ താഴെയാണ് നമുക്ക് വർക്ക് കിട്ടുന്നത്. ഇതാ ഇങ്ങനെ കണ്ടോ, ഇങ്ങനെയാണ് താഴെ വർക്ക് കിട്ടുന്നത്. ഇങ്ങനെ വന്നിട്ട് താഴെ ഇതിന്റെ നല്ല ഹെവി വർക്കാണ് കേട്ടോ. അതാ കണ്ടോ, ഫുൾ വർക്കാണ് കേട്ടോ. അല്ലാതെ ഇതൊന്നും പ്രിന്റ് അല്ല, ഫുൾ വർക്കിൽ വരുന്നതാണ്. ഇതാ ഇതുപോലെ വരും കണ്ടോ. നല്ല കളറാണ് കേട്ടോ. നിങ്ങൾ ആരും സംശയിക്കേണ്ട. ഇതൊരു എന്താണ് വെട്ടത്ത് കാണിക്കാൻ കൊള്ളാത്ത മഞ്ഞയാണോ എന്ന് വിചാരിക്കേണ്ട. അങ്ങനത്തെ മഞ്ഞയല്ല, നല്ല സ്റ്റാൻഡേർഡ് കളറിൽ വരുന്ന മഞ്ഞയാണ്. ഇത് ഡാർക്കായിട്ടാണ് വീഡിയോയിൽ വരുന്നത് കേട്ടോ. ഇതിൻ്റെ ഈ ഭംഗി എന്ന് പറഞ്ഞാൽ ഈ താഴത്തെ ഈ വർക്കാണ് ഇതിൻ്റെ ഏറ്റവും നല്ല ഭംഗിയായിട്ട് വരുന്നത് കണ്ടോ. നല്ല എംബ്രോയിഡറി വർക്കാണ് ഫുള്ള് കൊടുത്തിരിക്കുന്നത്. ഇതാ വരുന്നതും ഈ മെറ്റീരിയലിൽ തന്നെ നല്ലതാ. ഇങ്ങനെയാണ് പാൻറ് വരുന്നത്. പാൻറിൽ വർക്കൊന്നും വരുന്നില്ല കേട്ടോ. പാൻറ് ഇങ്ങനെ തന്നെ വരും. പിന്നെ ദുപ്പട്ട ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെ വരും കണ്ടോ. ദുപ്പട്ടയിലും ഫുള്ള് വർക്കാണ് കണ്ടോ. ഇതുപോലുള്ള വർക്കാണ് ദുപ്പട്ടയിൽ ഫുള്ള് ഫോളോ ചെയ്യുന്നത്. ഈ കാണുന്ന മഞ്ഞയല്ല കേട്ടോ, മസ്റ്റർഡ് യെല്ലോയാണ് കളർ കേട്ടോ. ഫുൾ വർക്കാണ് ദുപ്പട്ടയിൽ കണ്ടോ. ഇത്രയുമാണ് ദുപ്പട്ടയ്ക്ക് വീതി കിട്ടുന്നത്. നീളം ആവശ്യത്തിന് കിട്ടുന്നുണ്ട്. വീതി ഇത്രയുമാണ് വരുന്നത് കേട്ടോ. സെറ്റ് ഇതായി ഇങ്ങനെയാണ് വരുന്നത്. ഇതിന്റെ റേറ്റ് വരുന്നത് 1150 കേട്ടോ. 1150. ഇതിപ്പോ ഞാൻ കാണിച്ചത് ഇതിന്റെ XL സൈസ് ആണ്. ഇതിപ്പോ കാണിച്ചത് L സൈസ് ആണ്. ഇതിന്റെ L XL XXL നമ്മളുടെ കയ്യിലുണ്ട് കേട്ടോ. ഇനിയുള്ള ഒരു 3 പീസ് സെറ്റ് ഇതാണ്. ഇത് ലൈറ്റ് സ്കൈ ബ്ലൂ കേട്ടോ. ലൈറ്റ് സ്കൈ ബ്ലൂ. കുറച്ച് കളർ കൂടുതലാണ് വീഡിയോയിൽ വരുന്നത്. അത്രയും കളറില്ല, കുറച്ചും കൂടെ ഒതുങ്ങിയ കളറാണ്. നിറയെ വർക്കാണ് വരുന്നത്. ഇത് കണ്ടോ, ഇതാണ് ഇതിനകത്ത് വരുന്ന വർക്ക് കണ്ടോ. ഫുൾ എംബ്രോയിഡറി വർക്കാണ് കണ്ടോ. എംബ്രോയിഡറി വർക്കും സൈഡിൽ കൂടെ നോക്കിക്കേ വേറൊരു ബീഡ്സിന്റെ വർക്ക്, മോത്തി വർക്ക് കണ്ടോ. ക്ലോസറിൽ നോക്കിക്കേ കണ്ടോ. ഇങ്ങനെ നിറയെ വർക്കാണ് ഇതിനകത്ത് പോകുന്നത്. രണ്ട് സൈഡിലും നെക്കും ഒക്കെ നല്ല ഹൈലൈറ്റ് ചെയ്തിട്ട് ഫുള്ള് ഇതാ നോക്കിക്കേ. നല്ല മോത്തിയുടെ വർക്ക് കണ്ടോ. മുത്തിന്റെ വർക്കുകൾ കണ്ടോ. ഇങ്ങനെ എംബ്രോയിഡറി മാത്രമല്ല വരുന്നത്, എംബ്രോയിഡറി വർക്കും പിന്നെ ആ മുത്തുകൊണ്ടുള്ള വർക്കും കൂടെ വരുന്നുണ്ട് കേട്ടോ. ഇതാണ് ഇതാ കുർത്തിയുടെ വ്യൂ വരുന്നത് കണ്ടോ. ഇങ്ങനെ വരും.
ഇതിന്റെ നമുക്ക് താഴെയാണ് വർക്ക് കിട്ടുന്നത് കൂടുതൽ. ഇവിടെ എല്ലാം വർക്ക് ഇങ്ങനെ തന്നെ, ഇതിങ്ങനെ വന്നിട്ട് നെക്ക് ഇങ്ങനെ വന്നിട്ട് ഈ വർക്ക് ഇങ്ങനെ ഫോളോ ചെയ്തിട്ട് കണ്ടോ, ഏറ്റവും താഴെതായി ഇങ്ങനെയാണ് വർക്ക് വരുന്നത്. എന്നിട്ട് താഴെ നല്ല ഒരു ലേസ് വർക്കും കണ്ടോ, നല്ല ഹെവി വർക്കിലാണ് ഇതെല്ലാം വന്നിരിക്കുന്നത് കണ്ടോ, എംബ്രോയിഡറിയും പിന്നെ വർക്കും അങ്ങനെ. ഇതും സിൽക്കിലാണ് കേട്ടോ, സിൽക്കാണ് മെറ്റീരിയൽ. ഇതൊക്കെ പാർട്ടി വെയർ സെറ്റുകളാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ, എല്ലാം പാർട്ടി വെയർ സെറ്റുകളാണ്. ഇതാ ഇതിന്റെ പാൻറ് വരുന്നത് ഇതാ ഇങ്ങനെയാണ് കണ്ടോ, വലിയ പാൻറ്റാണ്. പാൻറ്റിന്റെയും ഉള്ളിൽ ഒരു ലൈനിങ് ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഏറ്റവും താഴെ ഇതുപോലത്തെ ഈ ലേസ് വർക്ക് താഴെ കിട്ടും കണ്ടോ, 2 ലെഗ്സിന്റെയും താഴെ നമുക്ക് ഇതുപോലെ ലേസ് വർക്ക് കിട്ടും. നല്ല ഭംഗിയാണ് ഇത് കാണാൻ കേട്ടോ. ഇതിങ്ങനെ ഇതുമായിട്ട് ഇങ്ങനെ മാച്ച് ചെയ്ത് നിൽക്കും. നല്ല ഒരു അടിപൊളി പാർട്ടി വെയർ സെറ്റാണ് കേട്ടോ. 3 പീസിന്റെ കഥ ഇങ്ങനെ വരും. കണ്ടോ, ഗോൾഡൻ ലൈൻസും എല്ലാം ഇതിനകത്ത് പോകുന്നുണ്ട്. അതുകൂടാതെ സിത്താര വർക്ക്, ഗോൾഡന്റെ ലൈൻസ്. ഏറ്റവും താഴെ ഡബിൾ ഷെയ്ഡിലാണ്. ഏറ്റവും താഴെ ഒരു ബോർഡർ ഇങ്ങനെ വരും. മേൽഭാഗം ഇടയ്ക്കുള്ള ഭാഗം ഇങ്ങനെ വരും കേട്ടോ. ഇങ്ങനെയാണ് ഈ സെറ്റിന്റെ വ്യൂ വരുന്നത്. ഇതിന്റെയും റേറ്റ് വരുന്നത് 1150 തന്നെയാണ് ഇതിന്റെയും റേറ്റ് വരുന്നത് കേട്ടോ. ഇതിനകത്തും ഒക്കെ നിറയെ ഗോൾഡന്റെയും സിൽവറിന്റെയും കൂടെ ലൈൻസ് ഉണ്ട് കേട്ടോ. ഇതൊരു എന്താ പറയേണ്ടത്, ഒരു ലിനൻ പോലത്തെ മെറ്റീരിയലിലാണ് വരുന്നത് കേട്ടോ. ഷിഫോൺ അല്ല, കുറച്ചും കൂടെ പിടുത്തമുള്ള ഒരു ലിനൻ മെറ്റീരിയൽ പോലത്തെ ഒരു മെറ്റീരിയലാണ് കേട്ടോ. ഞാൻ കാണിച്ചത് XXL സൈസ് ആയിരുന്നു. ഇനി ഇതിന്റെ തന്നെ കണ്ടോ, നമ്മളുടെ കയ്യിൽ വേറൊരു കളർ ഉണ്ട്. അത് വൈറ്റിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഞാനത് സെയിം ആയതുകൊണ്ടാണ് നിവർത്താത്തത് കേട്ടോ. എല്ലാത്തിനും 1150 ആണ് റേറ്റ് വരുന്നത് കണ്ടോ. വൈറ്റിൽ വരുമ്പോൾ ഇങ്ങനെ വരും. ഫുൾ വർക്കാണ് കേട്ടോ. നല്ല പാർട്ടി വെയർ ആയിട്ട് നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സെറ്റാണ് ഇത്. ഫുള്ള് ഈ മുത്തിൻ്റെ ഒക്കെ നിങ്ങൾക്ക് വർക്കുകൾ കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോയിലൊക്കെ എത്ര വരും എന്ന് എനിക്കറിയില്ല. അതുകൂടാണ്ട് ഇങ്ങനെ ചെറിയ ചെറിയ വർക്കുകളും ഇതിൻ്റെ സൈഡിൽ കൂടെ ഉണ്ട് കേട്ടോ. കണ്ടോ, അങ്ങനെ താഴെ വരെ ഉണ്ട്. അതുകൂടാതെ പിന്നെ ഫ്രണ്ടിൽ കൂടെ ഈ ഒരു വർക്ക് കിട്ടും. സൈഡിൽ വേറെ ഇങ്ങനത്തെ വർക്ക് കിട്ടും കണ്ടോ. എല്ലാം നല്ല ഹെവി വർക്കാണ്. ഫുള്ള് നല്ല സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്ന സിൽക്കിൽ വരുന്ന മെറ്റീരിയലുമാണ് കേട്ടോ. ഈ കുഞ്ഞു കുഞ്ഞു വർക്കൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല ഇതിൻ്റെ ഇടയ്ക്ക്. അങ്ങനത്തെ വർക്ക് ഇതിനകത്ത് ഫുള്ള് പോകുന്നുണ്ട് കേട്ടോ. 2 സൈഡിലും നിറയെ ഇതാ കണ്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെയും കണ്ടോ, പാൻറ് ഇങ്ങനെ തന്നെ വന്നിട്ട് താഴെ നമുക്ക് സെയിം ലേസ് വർക്ക് പാൻറ്റിലും കിട്ടും. സിൽക്കാണ്. ഈ പാൻറ്റിനെ നമ്മൾക്ക് കട്ടി കുറയാതെ ഇരിക്കാനായിട്ട് കണ്ടോ ഡബിൾ ലെയറിലാണ് കണ്ടോ. വേറൊരു നല്ല ഒരു സോഫ്റ്റ് ഒരു നല്ല തുണി ഉള്ളിൽ വെച്ചിട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒട്ടും നിഴലടിക്കും ഒന്നും ചെയ്യത്തില്ല കേട്ടോ. നല്ല വലുതായിട്ട് ഇതാ കണ്ടോ. പാൻറ്റിനൊക്കെ നല്ല വിട്ടാണ്. ദുപ്പട്ട ഞാൻ ആദ്യം കാണിച്ചതുപോലെ ഫുള്ള് ഞാൻ നിവർത്തുന്നില്ല. ഇങ്ങനെ ഡബിൾ ഷെയ്ഡിൽ പിങ്ക്, ഇപ്പൊ ഇതൊരു പീച്ച് ഷെയ്ഡല്ലേ വരുന്നത്. കണ്ടോ, ഈ പീച്ചിന്റെ ഇതിന്റെയും കൂടെ കണ്ടോ കോമ്പിനേഷനായിട്ട് ദുപ്പട്ട വരും കണ്ടോ. ഇപ്പൊ ഡബിൾ ലെയറിലാണ് ഞാൻ പിടിച്ചിരിക്കുന്നത് കണ്ടോ. അത് ഇങ്ങനെയാണ്. ഒരു സൈഡിൽ പീച്ചും 2 സൈഡിൽ നമുക്കിങ്ങനെ വൈറ്റും പിന്നെ അതിനകത്ത് ഈ വർക്കും ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. പീച്ചിന്റെ കോമ്പിനേഷനിലാണ് ദുപ്പട്ട വരുന്നത്. ഇങ്ങനെ ഇപ്പം കാണിച്ചതിൻ്റെ സൈസ് XXL ആയിരുന്നു കേട്ടോ. ഇനി നമ്മളുടെ ഇതൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ്. പിസ്ത ഗ്രീനിൻ്റെ ഒക്കെ ഒരു ഷെയ്ഡാണ്. വേറൊരു കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷെയ്ഡാണ് വരുന്നത്. ഒരു ലൈറ്റ് നല്ല ക്യൂട്ട് ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ. ഇത് നിങ്ങൾ ഏറ്റവും ആദ്യം വാങ്ങിച്ചോളണം, അത്ര നല്ലതാണ് കേട്ടോ. ഗ്രീനിൻ്റെ ഈ പിസ്ത ഗ്രീനിൻ്റെ കുറച്ചും കൂടെ ഡാർക്കിൽ വരുന്ന നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് കേട്ടോ. അത് ഇങ്ങനെ വരെ ഞാൻ നിവർത്തുന്നില്ല കേട്ടോ. സെയിം ആണ്.
നിങ്ങൾ ഒരു ചെറിയ ലൈറ്റ് ഗ്രീൻ, അടിപൊളി ഗ്രീൻ കേട്ടോ, അടിപൊളി സൂപ്പർ കളർ കേട്ടോ. സെയിമാണ്, വ്യത്യാസങ്ങളൊന്നുമില്ല, എല്ലാം സെയിം ആണ്. അതുകൊണ്ടാണ് ഞാൻ നിവർത്താത്തത്. താഴെ ലേസ് വർക്കും ബാക്കിയുള്ള വർക്കും എല്ലാം നമുക്ക് കിട്ടും കേട്ടോ. ഇതുപോലെ തന്നെയാണ് വരുന്നത്. ഗ്രീൻ ആണ് കളർ കേട്ടോ. ഗ്രീൻ എന്ന് വെച്ചാൽ ഡാർക്ക് ഒന്നും അല്ല, ഒരു പിസ്ത ഗ്രീനിന്റെ ഒരല്പം കൂടെ ഡിഫറെന്റ് ആയിട്ട് വരുന്ന നല്ല ഒരു ഷെയ്ഡ് കേട്ടോ. ഇതാണ് പാൻറ് വരുന്നത്. അതിന് കോമ്പിനേഷൻ ആയിട്ട് ഡബിൾ ഷെയ്ഡിൽ ഗ്രീൻ ആണ് കേട്ടോ. അതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത്. ഇതാണ് ഇതിനകത്ത്. ഇതിന്റെ ഇപ്പൊ കാണിച്ചതിന്റെ എക്സൽ സൈസ് ആണ് നമ്മളുടെ കയ്യിൽ അവൈലബിൾ ഉള്ളത് കേട്ടോ. എക്സൽ ആണുള്ളത്. അപ്പൊ അതുകൊണ്ട് അത് എൽ സൈസുകാർക്കും എക്സൽ സൈസുകാർക്കും പറ്റും കേട്ടോ. അപ്പൊ ഇത്രയാണ് നമ്മളുടെ കയ്യിൽ ഇന്ന് മെറ്റീരിയൽസ് കാണിക്കാനുള്ളത്. എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് വളരെ പെട്ടെന്ന് വരുന്നതായിരിക്കും. അതുവരെ സ്റ്റേ ട്യൂൺഡ്. ബൈ.